വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളാരും തന്നെ കഴിച്ചിട്ടില്ലാത്ത ഒരു ബണ്ണി ചൗ ആണ് ഉണ്ടാക്കുന്നത്. ഇത് സൗത്ത് ആഫ്രിക്കൻ ഒറിജിനാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻസ് ലേബറേഴ്സ് ആയിട്ടുള്ളവർ പാക്ഡ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ലഞ്ചായിരുന്നു. റൊട്ടിയുടെ അകത്തേക്ക് കറി പോലുണ്ടാക്കി അത് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോയിരുന്ന ഒരു ഫുഡാണിത്. ആദ്യമായിട്ട് നമുക്ക് റൊട്ടി ഹോളായിട്ടുള്ള ഒരു ലോഫ് എടുത്തിട്ട് അതിൻ്റെ ആ നടുഭാഗം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മുറിച്ച് മാറ്റി വെക്കാം. പിന്നീട് കറി ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഭാഗം നമുക്ക് ഈ മീറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മീറ്റ് ഇവിടെ മാരിനേറ്റ് ചെയ്യുന്നത് 600 ഗ്രാം മീറ്റ്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, ഇത്രയും വെച്ച് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കാം. പിന്നീട് കറി വെക്കാൻ വേണ്ട സാധനങ്ങൾ: ഹോൾ സ്പൈസസ്, ടൊമാറ്റോ 2, കറി പൗഡർ 2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് മസാല 1 ടീസ്പൂൺ, ഉള്ളി അരിഞ്ഞത് 2, ഓയില് ആവശ്യത്തിന്, ഉപ്പ്, പൊട്ടറ്റോ 1, ആവശ്യത്തിന് കറി ലീവ്സ്. ഇപ്പം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീറ്റ് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്തതാണ്. ഇത് വെച്ചാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. പാൻ ചൂടാക്കുക, അതിലേക്ക് ഗ്രൗണ്ട് സ്പൈസസ് ഇടുക. എണ്ണ ചൂടായതിന് ശേഷം അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി 1/4 ഭാഗം വഴറ്റി നമുക്ക് എടുക്കാം. നമ്മൾ സാധാരണ ഇറച്ചിക്കറിക്കൊക്കെ വഴറ്റുന്ന പോലെ ആ ബ്രൗൺ കളറിലേക്ക് വരേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അന്നേരം വേഗം നമുക്ക് വഴന്ന് കിട്ടും. ഇത് ഒരു 75% വഴന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ കറി ലീവ്സും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടൊമാറ്റോയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മളിങ്ങ് മാറ്റുകയാണ്. ഈ പകുതി ഭാഗം നമ്മൾ അരച്ചെടുത്തിട്ട് പിന്നീട് നമ്മൾ കറിയിൽ ചേർക്കും. വീണ്ടും നമ്മൾ നമ്മുടെ സ്റ്റൗവ് ഏറ്റവും ലോയിലേക്കാക്കിയിട്ട് ഈ പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ജിഞ്ചർ ഗാർലിക് മസാലയും കറി പൗഡറും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആ പച്ച മണം മാറുന്നത് വരെ അത് നമ്മൾ ചൂടാക്കിയെടുക്കണം, കരിഞ്ഞു പോകരുത്. ഇത് നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച മീറ്റ് ഇട്ടിട്ട് ഒരു 7 മിനിറ്റോളം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതിനകത്ത് ഞാൻ 1 ബോൺ ഇട്ടിട്ടുണ്ട്. അത് ഇവരിടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ കറിക്ക് രുചി കൂട്ടാനായിട്ടാണ്. പക്ഷേ ആ ബോണി ഭാഗം നമ്മൾ ഈ ബണ്ണി ചൗവിൽ ഉപയോഗിക്കത്തില്ല. ഇതിങ്ങനെ വഴറ്റി ഇതിൻ്റെ ഫുൾ വെള്ളം അബ്സോർബ് ചെയ്തോ മുഴുവനും പോകണം. അല്ലെങ്കിൽ ഇത് വെള്ളം പറ്റി മുഴുവൻ പോകണം. ആ ഫുൾ അങ്ങനെ പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നത്, കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം. അല്ലെങ്കിൽ ഇതിന് ആ പറയുന്ന രുചി നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം ഇതിൻ്റെ ആ വെള്ളമയെല്ലാം പറ്റിയിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ വെച്ച് വേവിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ പൊട്ടറ്റോയും ഇടുക. പിന്നീട് നമ്മൾ ആദ്യമേ ആ അരച്ചു വച്ചിരുന്ന ആ തക്കാളിയുടെ ആ മിശ്രിതം കൂടെ ഇതിലേക്ക് ഇടുക. ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് വേവിക്കുകയാണ്. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവിനല്ല, ആ കളറിന്, ആ ചുവന്ന കളർ വരാൻ വേണ്ടി മാത്രമാണ്. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഓരോ മീറ്റിൻ്റെയും വേവ് അതാത് ടൈപ്പ് മീറ്റിനെ ആശ്രയിച്ചിരിക്കും. ഇതിപ്പം വെന്ത് കഴിഞ്ഞിട്ട് ഒരു തിക്ക് ഗ്രേവി കിട്ടിയിട്ടുണ്ട്. മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇതാ ചൂടോടെ തന്നെ നമ്മൾ ഈ
നേരത്തെ നമ്മൾ ആ കുഴി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ റൊട്ടിയുടെ ഭാഗത്തിലേക്ക് ഈ കറിയും നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ചാറ്, ഇതിൻ്റെ അകത്തെ ഇറച്ചി, പൊട്ടറ്റോ, ബോണുള്ള ഭാഗം ഒരിക്കലും ഇതിലേക്ക് ഒഴിക്കത്തില്ല. എന്നിട്ട് ആ ചൂടോടെ തന്നെയാണ് ഇത് കഴിക്കുന്നത്. ഒരു സാലഡും കൂട്ടി. പണ്ടത്തെ ഇവിടുത്തെ സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻസിൻ്റെ ഒരു പാക്ഡ് ലഞ്ചായിരുന്നു ഇത്. അവർ തന്നെ ഇതിന് പേരിട്ടതാണ് ഇങ്ങനെ ബണ്ണി ചൗ എന്നിങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മീറ്റ് വെക്കുന്നതുകൊണ്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾ ആരും തന്നെ കഴിച്ചിട്ടില്ലാത്ത ഒരു വിഭവമാണ് സൗത്ത് ആഫ്രിക്കൻ ബണ്ണി ചൗ. ഇതാണ് സൗത്ത് ആഫ്രിക്കയിൽ കിട്ടുന്നതും ഇന്ത്യയിൽ കിട്ടാത്തതുമായ ഇന്ത്യൻ വിഭവം. എല്ലാവരും ട്രൈ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ. സൈനിങ് ഓഫ് ഷൈന തോമസ്. ടേക്ക് കെയർ എവരിവൺ.